അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ ആക്സ് ജെയിൻറ്റ് 2013 ഈ സിനിമ റിലീസായിരിക്കുന്നത്. സിനിമയുടെ തുടക്കം 1894 ഗ്രാമത്തെയാണ് കാണിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന മിക്ക ഗ്രാമവാസികളും മരം വെട്ടുകാരായിരുന്നു. അന്നത്തെ ആ ദിവസം കൂട്ടത്തിലുണ്ടായിരുന്ന വിൽസൺ എന്ന് പറയുന്ന ഒരാൾ ഒരു വലിയ കാട്ടുപോത്തിനെ വേട്ടയാടി പിടിച്ചിരുന്നു. തുടർന്ന് അതിനെ വേവിക്കാൻ പറഞ്ഞതിനു ശേഷം വിൽസൺ മരം വെട്ടാൻ പോവുകയും എന്നാൽ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാകാത്ത വിധം ഒരു കാഴ്ചയും അയാൾ കണ്ടു. അവിടെ ഉണ്ടായിരുന്നവരെയെല്ലാം ആരോ ഒരാൾ അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ടിരിക്കുന്നു. പെട്ടെന്ന് അവിടേക്ക് കോടാലിയുമായി ഒരു വികൃത രൂപമുള്ള മനുഷ്യൻ ചാടി വരികയും ആ മനുഷ്യൻ വിൽസന്റെ നേരെ ആക്രമിക്കാൻ പോവുകയും ചെയ്യുന്നു. വിൽസനാണെങ്കിൽ മരവീട്ടിനകത്ത് ഓടിക്കയറിയെങ്കിലും ആ ഒരു മനുഷ്യൻ അതിക്രൂരമായി വിൽസനെയും കൊലപ്പെടുത്തുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തെ രംഗങ്ങളാണ്. അവിടെ സർജന്റ് എന്ന് പേരുള്ള ഒരു പോലീസുകാരൻ ക്രിമിനൽ പശ്ചാത്തലമുള്ള കുറച്ച് യുവതികളെയും യുവാക്കളെയും കൗൺസിലിങ്ങിനായി ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ ഒരുങ്ങുകയാണ്. കൗൺസിലിംഗ് ആയതുകൊണ്ട് മറ്റൊരു പോലീസുകാരനായ ജാക്സൺ തൻ്റെ സിബി എന്ന മകളെയും ആ കൂട്ടത്തിൽ പറഞ്ഞയക്കുന്നു. അങ്ങനെ കോഴ്സിനുള്ള 5 പേരും സർജന്റ് എന്ന പോലീസുകാരനും ഒപ്പം ഒരു പോലീസുകാരിയും ചേർന്ന് 7 പേരും കൂടെ ആ യാത്ര ആരംഭിക്കുന്നു. അങ്ങനെ അവർ കാടിന്റെ ഉള്ളിലെ ചെക്ക് പോസ്റ്റ് മറികടന്നു പോകുന്നത് തൊട്ടടുത്ത് നിന്നും ഒരു ഭ്രാന്തനായ വൃദ്ധൻ കാണുന്നുണ്ടായിരുന്നു. കാടിനകത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കോട്ടേജിനകത്തായിരുന്നു അന്നത്തെ അവരുടെ താമസം. ഈ ഒരു സമയത്ത് ആ കാട്ടിൽ വെച്ച് മറ്റൊരു സംഭവം കൂടെ ഉണ്ടായി. ഇരപിടിക്കാൻ നിന്നിരുന്ന ഒരു കരടിയെ വലിയൊരു രാക്ഷസൻ പിടികൂടി കൊല്ലുന്ന ഭീതിപ്പെടുത്തുന്ന സംഭവമായിരുന്നു അത്. അന്ന് രാത്രി അവരെല്ലാം ക്യാമ്പ് ഫയർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കരികിൽ ഭ്രാന്തനായ വൃദ്ധൻ കടന്നു വരികയും ഈ കാട്ടിലെ നിഗൂഢതകളെല്ലാം വിളിച്ചു പറയുകയും ചെയ്യുന്നു. ഒപ്പം അവരെ പേടിപ്പെടുത്താനും തുടങ്ങുമ്പോൾ ഇത് കണ്ട സർജന്റ് അയാളോട് വന്ന് നിങ്ങളിപ്പോൾ നോർമൽ അല്ലെന്നും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഉപദേശിച്ച് അയാളെ പറഞ്ഞയക്കുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ കൗൺസിലിംഗ് കോഴ്സിന്റെ വിഭാഗമായി സർജന്റ് അവരെ കാട്ടിൽ ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്നു. ഏറെ നേരം നടന്നതിന് ശേഷം എല്ലാവരും വിശ്രമിക്കാൻ തുടങ്ങുമ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന 2 യുവാക്കൾ അവിടെ മാകെ ചുറ്റിക്കാണാൻ വേണ്ടി മുന്നോട്ട് നടക്കുന്നു. അങ്ങനെ കാടിന്റെ ഭംഗി ആസ്വദിച്ച് മുന്നോട്ട് നടക്കുമ്പോഴാണ് ഒരുപാട് വർഷങ്ങൾ പഴക്കം വരുന്ന ഒരു വലിയ കാട്ടുപോത്തിന്റെ അസ്ഥികൂടങ്ങൾ അവർ കാണാനിടയാവുന്നത്. ഇത് കണ്ട് കൗതുകത്തോടെ ഒരാൾ കാട്ടുപോത്തിന്റെ ഒരു കൊമ്പ് കൈക്കലാക്കുകയും അതുമായി അവർ തിരിച്ച് ബാക്കിയുള്ളവരുടെ പക്കലും പോകുന്നു. എന്നാൽ കാട്ടുപോത്തിന്റെ മരണശേഷം അവിടെ ഒരു കുരിശ് തറച്ച് ആരോ ആദരിച്ചു വെച്ചിരിക്കുന്നത് ഇവർ ശ്രദ്ധിക്കാനിടയായില്ല. ശേഷം അവർ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. ഇതിനകം തന്നെ കാട്ടുപോത്തിന്റെ കൊമ്പെടുത്ത ആള് അത് തൻ്റെ ബാഗിൽ സൂക്ഷിച്ചു വെച്ച് അവരോടൊപ്പം പോകുന്നു. എന്നാൽ ഇതേ സമയം കൗൺസിലിങ്ങിന് പോയ കൂട്ടത്തിലെ സിബി എന്ന യുവതിയുടെ അച്ഛൻ ജാക്സൺ എന്ന പോലീസുകാരൻ ആ കാട്ടിലേക്ക് മുമ്പും ഇതുപോലെ കൗൺസിലിങ്ങിന് പോയ ആളുകളൊന്നും ഇതുവരെ ജീവനോടെ വന്നിട്ടില്ലെന്ന ദുരൂഹത നിറഞ്ഞ ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ അറിയാനിടയാവുകയാണ്. ഇത് കേട്ടതോടെ അയാളുടെ മനസ്സിൽ ഭീതിയുടെ ആഴം കൂടുന്നു. ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ സിബിയുടെ അടുക്കൽ പോവാമെന്ന് ജാക്സൺ തീരുമാനമെടുക്കുന്നു. ഈ നേരത്ത് കാട്ടുപോത്തിന്റെ അസ്ഥികൂടങ്ങൾ കിടന്നിരുന്ന സ്ഥലത്ത് ഒരു രാക്ഷസ മനുഷ്യൻ കടന്നു വരികയാണ്. ഒരു കൊമ്പ് കാണാനില്ലാത്ത കാഴ്ച തന്നെ ദേഷ്യപ്പെടുത്തുകയും ഞെട്ടലോടെ കിടന്ന് അലറി വിളിക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ ഇത് ഈ രാക്ഷസൻ ഓമനിച്ച് വളർത്തിയ കാട്ടുപോത്തിന്റെ അസ്ഥികൂടങ്ങളായിരുന്നു. അങ്ങനെ അവന്റെ ഭീമാകാരമായ അലർച്ച ആ കാട് മുഴുവൻ മുഴങ്ങിയിരുന്നു. സർജന്റും കൂട്ടരും ഇതേതോ വന്യമൃഗമാണെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. എന്നാൽ ഈ ശബ്ദം കേട്ട് ഞെട്ടലോടെ ഈ കാട്ടിലെ നിഗൂഢതകൾ അറിയാവുന്ന ഭ്രാന്തനായ ആ വൃദ്ധൻ തൻ്റെ തോക്കുമെടുത്ത് പുറത്തേക്കിറങ്ങി നോക്കിയിരുന്നു. അവർ നടന്നുകൊണ്ടിരിക്കെ അവർക്ക് അടുക്കലായി ഏതോ വലിയ കാൽച്ചുവടുകൾ വയ്ക്കുന്ന ശബ്ദം അടുത്തു വരുന്നത് കേട്ട് എല്ലാവരും സ്തംഭിച്ചു നിൽക്കുന്ന സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു യുവതിയുടെ ശ്രദ്ധ മുഴുവൻ അവളുടെ ഫോണിലായിരുന്നു. അതിനാൽ തന്നെ അവൾക്ക് തൊട്ടു പിന്നിൽ നിന്നിരുന്ന രാക്ഷസനെ അവൾ ശ്രദ്ധിക്കാനിടയായില്ല. മറ്റുള്ളവരെല്ലാം ഭീതിയോടെ നോക്കി നിൽക്കെ ആ രാക്ഷസ മനുഷ്യൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വലിയ കോടാലി കൊണ്ട് അവളെ 2ആയി വെട്ടിമുറിച്ചു. ഇത് കണ്ടതോടെ ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും രാക്ഷസൻ തൻ്റെ കോടാലി കൊണ്ട് ഏവരെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചു. നിർഭാഗ്യവശാൽ സിബിയും സർജന്റും പോലീസുകാരിയും രാക്ഷസന്റെ മുന്നിൽ പെട്ടുപോവുകയാണ്. പെട്ടെന്ന് സർജന്റ് 2 യുവതികളെയും തള്ളി മാറ്റുന്നു. പക്ഷേ രാക്ഷസന്റെ കോടാലി വീശലിൽ സർജന്റിന്റെ ശരീരം 2ആയി മുറിഞ്ഞുപോയി. തുടർന്ന് തൻ്റെ ഭീമാകാരമായ കാലുകൊണ്ട് സർജന്റിനെ ചവിട്ടി മറികടന്നു പോവുകയാണ്. എന്നാൽ ഇതേ സമയത്ത് ബാക്കിയുള്ള 5 പേര് അവിടെ നിന്നും ഓടി തങ്ങളുടെ കോട്ടേജിനകത്തേക്ക് കയറിയിരുന്നു. അകത്ത് വെച്ച് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും തിരിച്ചു പോകാനുള്ള പ്ലാൻ തുടങ്ങിയെങ്കിലും നിർഭാഗ്യവശാൽ ജീപ്പിന്റെ താക്കോൽ സർജന്റിന്റെ കൈകളിലായിരുന്നു എന്ന കാര്യം പോലീസുകാരി വേദനയോടെ അവരെ അറിയിക്കുന്നു.
എന്നാൽ തനിക്ക് വയറുകൾ ഷോർട്ടേജാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ അറിയാമെന്ന് കൂട്ടത്തിലൊരു യുവാവ് അവരോട് പറയുകയാണ്. അതുപ്രകാരം പുറത്ത് ആ രാക്ഷസൻ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം പോലീസുകാരി അവനെയും കൊണ്ട് ജീപ്പിനരികിൽ പോയി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ആ രാക്ഷസ മനുഷ്യൻ അങ്ങോട്ടേക്ക് എത്തുകയാണ്. പെട്ടെന്ന് പോലീസുകാരി അവനെയും കൂട്ടി തിരിച്ചകത്തേക്ക് പോവുകയും രാക്ഷസ മനുഷ്യൻ ആ വണ്ടിയെയും വലിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. അതോടെ രക്ഷപ്പെടാനുള്ള ആ ഒരു ശ്രമവും അവർക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ കുറച്ചു സമയത്തിനു ശേഷം ആ വൃദ്ധൻ അവരുടെ കോട്ടേജിനകത്തേക്ക് വരികയും ഇത്രയും നാൾ അവൻ മിണ്ടാതെയാണ് ഇരുന്നതെന്നും ഇപ്പോൾ എന്താ ഇങ്ങനെ ആക്രമിക്കാൻ കാരണം, നിങ്ങളെന്തെങ്കിലും അവനോട് തെറ്റായ കാര്യങ്ങൾ ചെയ്തോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സിബി എന്ന യുവതി തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ കൊണ്ടുവന്ന കാട്ടുപോത്തിന്റെ കൊമ്പെടുത്ത് അദ്ദേഹത്തോട് കാണിക്കുന്നു. ഇത് കണ്ടതോടെ നിങ്ങൾ വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു കഥ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഇടയായി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ദമ്പതികൾക്ക് ജനിച്ചിരുന്ന ഒരു വിരൂപനായ കുട്ടിയായിരുന്നു ഈ രാക്ഷസൻ. അതിവേഗത്തിൽ വളരുന്ന അവൻ്റെ ശരീരം കുട്ടിയായപ്പോൾ തന്നെ വലിയ ആൾക്കാരെ പോലെയായിരുന്നു. അതിനാൽ തന്നെ വിരൂപമായ ശരീരമായതുകൊണ്ട് ആരും അവനെ കൂടെ കൂട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കാട്ടുപോത്തിൻ്റെ കൂടെയായിരുന്നു അവൻ്റെ ചങ്ങാത്തം മുഴുവനും. എന്നാൽ ഈ കാര്യമറിയാതെ അന്ന് വിൽസനും കൂട്ടരും ഈ കാട്ടുപോത്തിനെ വേട്ടയാടി പിടിച്ചിരുന്നു. തുടർന്ന് അതിനെ പാകവും ചെയ്തു. ശേഷം ഈ ഒരു സങ്കടകരമായ കാഴ്ച കണ്ട് അവൻ അങ്ങോട്ടേക്ക് എത്തുകയും കോപം കൊണ്ട് ജ്വലിച്ച അവൻ എല്ലാവരെയും കൊന്നുകളയുകയും ചെയ്തു. അവസാനം സ്വന്തം പിതാവായ വിൽസനെയും ക്രൂരമായി കൊലപ്പെടുത്തി. ബുദ്ധി സ്ഥിരതയില്ലാത്ത അവൻ്റെ സ്വഭാവം കൊച്ചു കുട്ടികളെ പോലെയായിരുന്നു. അതോടെ അവിടുത്തെ ഗ്രാമവാസികളെല്ലാം ചേർന്ന് അവനെ പിടികൂടി ഒരു കാട്ടിൽ കൊണ്ടുപോയി ഗുഹയിലാക്കി ബോംബ് വെച്ച് പൊട്ടിച്ചിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും അവൻ മരിച്ചിരുന്നില്ല. കാട്ടിലകപ്പെട്ട അവനെ കൊണ്ട് പിന്നീട് ഗ്രാമവാസികൾക്ക് ഏതൊരു ശല്യവും ഉണ്ടായിരുന്നില്ല. അവനാണ് ആ കാട്ടുപോത്തിൻ്റെ അസ്ഥികൂടത്തിൻ്റെ അടുത്ത് കുരിശ് വെച്ച് ആദരിച്ചു കൊണ്ടിരുന്നത്. പിന്നീടുള്ള കാലമെല്ലാം അവൻ ആ കാട്ടിൽ തന്നെ താമസിച്ചിരുന്നു. അങ്ങനെ 100 വർഷങ്ങൾ കഴിഞ്ഞ് അവൻ വളർന്ന് ഇപ്പോൾ ഈ ഒരു രാക്ഷസ മനുഷ്യനായി മാറി എന്ന ഞെട്ടിക്കുന്ന കാര്യങ്ങൾ വൃദ്ധൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ നിങ്ങൾ കാരണമാണ് അവൻ വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതെന്ന കാര്യവും അവരെ അറിയിച്ചു. ഇതെല്ലാം അറിഞ്ഞതോടെ കൊമ്പ് കൊണ്ടുവന്ന യുവാവ് പുറത്തിറങ്ങി ഇനി നമ്മളെ വെറുതെ വിടണമെന്ന് പറഞ്ഞുകൊണ്ട് കൊമ്പ് കാട്ടിൽ വലിച്ചെറിയുകയാണ്. ശേഷം തിരിച്ചു വരുന്ന സമയം ആ കൊമ്പ് തന്നെ അവൻ്റെ ശരീരത്തിൽ തറച്ചു കയറി അവൻ നിലത്ത് വീഴുന്നു. തൊട്ടു പിന്നാലെ വന്ന രാക്ഷസൻ അവനെ വലിച്ചെടുത്ത് കാട്ടിലേക്കും കൊണ്ടുപോകുന്നു. പോലീസുകാരി അവൻ്റെ നേരെ ഷൂട്ട് ചെയ്തെങ്കിലും യാതൊരു ഫലവും ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ ആ വൃദ്ധൻ കോട്ടേജിനകത്ത് നിന്നും തിരിച്ചുപോയി. സിബിയുടെ അച്ഛനായ പോലീസ് ഓഫീസർ ജാക്സൺ തൻ്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി ആ കാട്ടിലേക്ക് വരികയായിരുന്നു. കാടുകയറിയ ജാക്സൺ അതിമൃഗീയമായി ശരീരം രണ്ടായി മരിച്ചു കിടക്കുന്ന മറ്റ് പോലീസുകാരനെ കാണുകയും ഒപ്പം രാക്ഷസന്റെ കാൽപ്പാടുകളും ശ്രദ്ധിക്കാനിടയായി. അപകടം മനസ്സിലായതോടെ അവിടെ ഉണ്ടായിരുന്ന ടവറിൽ കയറി മറ്റ് സ്റ്റേഷനിൽ കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു. എന്നാൽ ഈ ഒരു സമയം അവരുടെ കോട്ടേജിന് പുറത്ത് വലിയ ശബ്ദം കേൾക്കാനിടയാവുകയും ബാക്കിയുള്ള 4 പേരും പേടിച്ചിരിക്കുന്ന സമയം രാക്ഷസൻ കോടാലി കൊണ്ട് മുകൾ ഭാഗം തകർത്തു. എന്നിട്ട് ഒരു യുവതിയെ പിടികൂടി. ശേഷം അവളെ നിഷ്പ്രയാസം വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. അടുത്ത ഒരാൾ ഇരയാവുന്നതിന് മുമ്പ് പോലീസുകാരി ഷൂട്ട് ചെയ്യുകയും അത് രാക്ഷസന്റെ ഒരു കണ്ണിൽ തറയ്ക്കുകയും ചെയ്യുന്നു. ആ സമയം കൊണ്ട് സിബി പോലീസുകാരിയെയും കൂട്ടത്തിലുണ്ടായിരുന്ന യുവാവിനെയും ചേർന്ന് മൂവരും പുറത്തേക്കിറങ്ങി ഓടുമ്പോൾ മുന്നിലായി രാക്ഷസൻ അവരെ പിടികൂടുന്നു. തക്ക സമയത്തിന് തന്നെ സിബിയുടെ അച്ഛൻ ജാക്സൺ അവിടെ വരികയും രാക്ഷസന് നേരെ ഒരുപാട് ഷൂട്ട് ചെയ്യുകയും അതോടെ രാക്ഷസൻ കോട്ടേജിന് മുകളിൽ കൂടെ മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു. മകളെ കിട്ടിയ സന്തോഷത്തിൽ ബാക്കിയുള്ളവരെയും കൊണ്ട് തിരിഞ്ഞു പോകുന്ന സമയത്ത് ആ ഭ്രാന്തനായ വൃദ്ധൻ തോക്കുമായി അവർക്ക് നേരെ ചാടുന്നു. നിങ്ങൾ എന്തിനാണ് അവനെ ഉപദ്രവിക്കുന്നത്, അവനൊരു കൊച്ചുകുട്ടിയല്ലേ എന്ന് പറയുമ്പോൾ തോക്ക് പിടിച്ചു വാങ്ങാൻ യുവാവ് ചാടി വീണെങ്കിലും വൃദ്ധന്റെ വെടിയേറ്റ് അവൻ മരിക്കാൻ ഇടയാവുകയാണ്. എന്നാൽ ഈ ഒരു സമയം ചാടി എഴുന്നേറ്റ രാക്ഷസൻ തൻ്റെ ഭീമാകാരമായ കോടാലിയെടുത്ത് വീശി എറിയുകയാണ്. അത് വന്ന് വൃദ്ധന്റെ തലയെ അറ്റെടുത്ത് കടന്നു പോകുന്നു. ഭാഗ്യം കൊണ്ട് ജാക്സൺ ബാക്കിയുള്ളവരെ തല താഴ്ത്തി രക്ഷപ്പെടുത്തിയിരുന്നു. തുടർന്ന് ജീവൻ മരണ പോരാട്ടത്തിനായി അവർ തിരിഞ്ഞോടുകയാണ്. പിന്നാലെ കൊലകൊല്ലി രാക്ഷസനും. ഒരു വിധത്തിൽ അവരോട് കാറിനരികെ എത്തുകയും സിബിയോട് വണ്ടിയെടുക്കാൻ പറഞ്ഞിട്ട് ജാക്സൺ പിൻവശത്തിരുന്ന് പിന്നാലെ ഓടിവരുന്ന രാക്ഷസന് നേരെ ഷൂട്ട് ചെയ്യുകയാണ്. എന്നാൽ അതിലൊന്നും ഒരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. രാക്ഷസന്റെ ആക്രമണ ശ്രമത്തിൽ ജാക്സൺ കാൽ തന്നെ വീഴാൻ പോവുകയും കഷ്ടിച്ച് തിരിച്ചു കയറി നോക്കുമ്പോൾ അവിടെ രാക്ഷസൻ ഉണ്ടായിരുന്നില്ല. പകരം മുന്നിലായി രാക്ഷസൻ വന്ന് നിൽക്കുകയാണ്.
തുടർന്ന് രാക്ഷസന്റെ കോടാലി വീശലിൽ കാർ നിയന്ത്രണം വിട്ട് മരത്തിൽ വന്നിടിക്കുകയും ജാക്സൺ തെറിച്ചു വീഴുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ യുവതികൾ വന്ന് ജാക്സനെയും എടുത്ത് റോഡിനരികെ ഓടിയെത്തുമ്പോഴാണ് അവർ ആ കാഴ്ച തന്നെ കാണുന്നത്. മലമുകളിൽ നിന്നും രാക്ഷസൻ നിഷ്പ്രയാസം ചാടി റോഡിലേക്ക് എത്തുന്നു. മറ്റു മാർഗങ്ങളില്ലാതെ അവർ തൊട്ടടുത്ത ഡാമിലെ നിരീക്ഷണ റൂമിലേക്ക് ഓടിക്കയറാൻ നോക്കുമ്പോൾ നിർഭാഗ്യവശാൽ ആ ഡോർ അവിടെ ലോക്കായിരുന്നു. തൊട്ടു പിന്നാലെ രാക്ഷസനും എത്തിയിരുന്നു. മരണം തൊട്ട് മുൻപിലെത്തിയ ഭീകര നിമിഷത്തിൽ അവർ നിൽക്കുമ്പോൾ തക്ക സമയത്തിന് ജാക്സൺ വിളിച്ചിരുന്ന പോലീസ് സ്ക്വാഡ് അവിടേക്കെത്തി രാക്ഷസന് നേരെ തുരുതുര ഷൂട്ട് ചെയ്യുകയാണ്. അവസാനം ഒരുപാട് പരിക്കേറ്റ രാക്ഷസൻ ഡാമിലേക്ക് മറിഞ്ഞു വീണ് അന്ത്യമടങ്ങുന്നു. ഈ ഒരു കാഴ്ച കണ്ട് സമാധാനത്തോടെ ജാക്സൺ മകളെയും പോലീസ് ഓഫീസറെയും കൊണ്ട് തിരിച്ചു പോകുന്നു. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.